പ്രത്യേക സ്ഥലത്ത് പോയാൽ മാത്രമേ ദൈവം പ്രാർത്ഥന കേൾക്കത്തുള്ളൂ എന്ന് ഇന്ന് ക്രിസ്ത്യാനികൾക്കൊരു തോന്നലുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് പലരും പ്രത്യേക സ്ഥലത്ത് പോയി അവിടെ പോയി പ്രാർത്ഥിച്ചാൽ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് പറഞ്ഞ് അതിനു വേണ്ടി ഫിനാൻഷ്യലായിട്ട് ഒത്തിരി പൈസ മുടക്കി പോയി കാര്യങ്ങൾ ചെയ്യുന്നവർ ഒത്തിരി പേരുണ്ട്. അങ്ങനെ ഒരു വിശ്വാസം പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നു. പഴയ നിയമത്തിൽ ചില പ്രത്യേക സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് ദൈവത്തിൻ്റെ പ്രസൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് ദൈവ ഭക്തന്മാർ മനസ്സിലാക്കിയത് കൊണ്ട് അവിടെ അവർക്ക് ദൈവത്തിന് വേണ്ടി ആലയം പണിയുവാനും യാഗപീഠം ഉണ്ടാക്കുവാനൊക്കെ ഇടയായി. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം നമ്മൾ നോക്കുകയാണെങ്കിൽ യാക്കോബ് അവിടെ ഒരു സ്വപ്നം കാണുമ്പോൾ അവിടെ സ്വർഗത്തിലേക്ക് ഭൂമിയിലേക്ക് ദൂതന്മാർ ഇറങ്ങി വരുന്നത് കണ്ടു. ബഥേൽ എന്ന സ്ഥലം വിട്ടു. അവിടെ യാക്കോബ് എന്ത് ചെയ്യുക, ഒരു ആലയം പണിയാനായിട്ട് ദൈവത്തിന് വേണ്ടി തീരുമാനിക്കുന്നു. ആ സ്ഥലത്തിൽ ദൈവം ഉണ്ട് എന്ന് യാക്കോബ് മനസ്സിലാക്കുക. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു സംഭവം പറയുന്നില്ല. പുതിയ നിയമത്തിൽ യേശുക്രിസ്തു വന്നതിന് ശേഷം യേശുക്രിസ്തുവിനെ നോക്കുകയാണെങ്കിൽ ശമരിയ സ്ത്രീയോട് യേശുക്രിസ്തു പറയുകയാണ്, നിങ്ങൾ മലയിലും യെരുശലേമിലും പോയി ആരാധിക്കുന്ന ദിവസമൊക്കെ കഴിഞ്ഞു, ഇനി നിങ്ങൾ ആത്മാവിലും സത്യത്തിലും എല്ലാ സ്ഥലത്തും ആരാധിക്കാനുള്ള അവസരം ദൈവം ഒരുക്കി തരുന്നു എന്ന് യേശുക്രിസ്തു പറയുന്നു. അതുമാത്രമല്ല, നാം ഇപ്പോൾ ജീവിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ കൂടെയുള്ള ദൈവം പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളാണ് ദൈവത്തിൻ്റെ ആലയമെന്ന് പറയുന്നു. അതുമാത്രമല്ല, നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമെന്ന് ദൈവവചനം പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളിലാണ് ദൈവം എന്ത് ചെയ്യുന്നത്, വസിക്കുന്നത്. ആ ദൈവത്തെ നാം അന്വേഷിച്ച് എവിടെയും പോകണ്ട. നാം എവിടെ മുട്ടുകുത്തുന്നോ അവിടെ കർത്താവ് ഇറങ്ങി വരും. പിന്നെ എന്തുകൊണ്ടാണ് ദൈവത്തിലെ ആലയത്തിൽ പോയി ആരാധിക്കേണ്ടതെന്ന് ചോദ്യം വരും. ആലയം എന്ന് പറയുന്നത് ഒരു ഫെലോഷിപ്പാണ്. അവിടെ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന സ്ഥലമാണ്. അവിടെ ദൈവത്തിൻ്റെ പ്രസൻസ് ഇറങ്ങി വരുമെന്നുള്ളതിന് സംശയമില്ല. എന്നാൽ ദൈവത്തിൻ്റെ ആലയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെയാണ്, നാം വസിക്കുന്ന ശരീരത്തെയാണ് ദൈവത്തിൻ്റെ ആലയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആലയത്തെ നാം വിശുദ്ധിയോടെ കാത്തു സൂക്ഷിച്ചാൽ തീർച്ചയായിട്ടും ദൈവം നമ്മളിൽ വസിക്കുകയും നമ്മളിലൂടെ പ്രവർത്തിക്കുകയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇന്ന് അത് നമുക്ക് കഴിയുന്നില്ല. ദൈവവചനം പറയുന്നു, നിങ്ങളുടെ ശരീരം ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണമെന്ന്. അപ്പം ദൈവ ഇഷ്ടം ചെയ്യാനായിട്ട് എന്നെ വിട്ടുകൊടുക്കുമ്പോൾ, ദൈവവചനത്തിന് ഞാൻ അനുസരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധിയിലേക്ക് ഞാൻ ആഗ്രഹിക്കുമ്പോൾ ഓട്ടോമാറ്റിക് എൻ്റെ ശരീരം ഒരു ദൈവത്തിൻ്റെ ആലയമായിട്ട് മാറുക. അങ്ങനെ കാത്തു സൂക്ഷിക്കുമ്പോൾ എൻ്റെ കൂടെ ദൈവമുണ്ടെന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. എന്നാൽ ഇന്ന് നമുക്കത് കഴിയാത്ത കൊണ്ട് നാം സ്വന്തം ഇഷ്ടത്തിന് ജീവിച്ച് ദൈവത്തിൻ്റെ വചനത്തിനെ അനുസരിക്കാതെ ദൈവത്തിനെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ശരീരം വിശുദ്ധിയായിട്ട് നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് നാം പലപ്പോഴും പല സ്ഥലത്തേക്ക് ദൈവത്തെ അന്വേഷിച്ച് പോകുന്നത്. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. നാം ദൈവത്തിനെ ശരണം പ്രാപിച്ച് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ജീവന വിശുദ്ധിയാകുമായി കർത്താവിലേക്ക് നമ്മുടെ ശരീരത്തെ സമർപ്പിക്കും.